ക്ലിയർ ആയിട്ടുണ്ട് എല്ലാവർക്കും? സോ പിയിൽ വരുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആണ്. അപ്പോൾ ഇവിടെ ഫോഴ്സൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. എയിൽ ഒരു 4 മൈക്രോ കൂളം ചാർജ് ഉണ്ട്. ആ 4 മൈക്രോ കൂളം ഈ 1 കൂളത്തിന് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ലൈക്ക് ചാർജസ് റിപ്പൽ എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ 1 കൂളത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഈ കാണുന്നത്. ആരാണ് ഈ 4 മൈക്രോ കൂളം 1 കൂളത്തിന് റിപ്പൽ ചെയ്യും. ദേ ആർ അല്ലേ സെയിം ലൈക്ക് ചാർജ് സെയിം സൈൻ ആണെങ്കിൽ റിപ്പൽ ചെയ്യും എന്ന് പഠിച്ചിട്ടുണ്ട്. നമുക്കതിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഇ എന്നെങ്ങാനും പേര് കൊടുക്കുക. ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ചാർജ് അറ്റ് എ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഈ ഫോഴ്സിൽ റിപ്പൽ ചെയ്യും. ബിയിലുള്ള ചാർജ് +1 മൈക്രോ കൂളമാണ്. ബിയിലുള്ള ചാർജ് 1 കൂളത്തിന് റിപ്പൽ ചെയ്യും. ബിയിലുള്ള ചാർജ് 1 കൂളത്തിന് റിപ്പൽ ചെയ്യും വിത്ത് എ ഫോഴ്സ് ഡിനോട്ടഡ് ബൈ ഇ ബി. എന്തെങ്കിലും ഒരു പേര് കൊടുക്കാൻ വേണ്ടിയാണ്. ചുരുക്കി പറഞ്ഞാൽ എയിലുള്ള ചാർജ് 1c-ന് റിപ്പൽ ചെയ്യും വിത്ത് എ ഫോഴ്സ് ഇ എ. അറ്റ് ദ സെയിം ടൈം ബിയിലുള്ള പോസിറ്റീവ് ചാർജ് 1c-ന് റിപ്പൽ ചെയ്യും വിത്ത് എ ഫോഴ്സ് ഇ ബി. ഇത് രണ്ടും ക്യാൻസലായി പോകണം. ഇത് രണ്ട് ക്യാൻസലായാലല്ലേ ടോട്ടൽ ഫോഴ്സ് 0 എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ ഫോഴ്സാണെന്നുള്ള കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഈ രണ്ട് ഫോഴ്സും ക്യാൻസൽ ചെയ്ത് പോയാലല്ലേ ടോട്ടൽ ഫോഴ്സ് 0 എന്ന് നമുക്ക് പറയാൻ പറ്റുക. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സേതുലക്ഷ്മിക്ക് മനസ്സിലായോ പറഞ്ഞത് അല്ലേ? ആ, മാത്സ് ഇല്ലാത്തവർ ശ്രദ്ധിക്കുക കേട്ടോ, കുറച്ച് മാത്സ് ഒക്കെ വരും. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി 0 ഓൺലി ഇഫ് ഇ എ ഈക്വൽ ടു ഇ ബി. ഇ എയുടെ മാഗ്നിറ്റ്യൂഡും, ഞാൻ മാഗ്നിറ്റ്യൂഡാണ് ഉദ്ദേശിച്ചത്, ഇ ബിയുടെ മാഗ്നിറ്റ്യൂഡും സെയിം ആയാലാണ് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ക്യാൻസലായിട്ട് ടോട്ടൽ ഫോഴ്സ് 0 വരുന്നത്. ഇ എയുടെ മാഗ്നിറ്റ്യൂഡും ഇ ബിയുടെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആയിരിക്കണം. ഇ എ കാണണമെങ്കിൽ നമ്മൾ കൂളംസ് ലോ യൂസ് ചെയ്താൽ മതി. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള ഫോഴ്സാണ് ഇ എ? ഇ എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള ഫോഴ്സാണ്? ഈ 4 മൈക്രോ കൂളവും 1 കൂളവും തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സാണ് ആര്? ഇ എ. ഇവർ തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സാണ് ഇ എ. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് എനിക്കറിയില്ല, അതാണ് കാണേണ്ടത്. ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്കറിയില്ല. നമ്മളപ്പോൾ അസ്യൂം ചെയ്തേക്കാം ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് വല്ല എക്സ് ആണെന്ന് അസ്യൂം ചെയ്യാം. നമുക്കറിയാത്തത് കൊണ്ട് എക്സ് എന്ന് അസ്യൂം ചെയ്തു. ഇത്രയും ഡിസ്റ്റൻസ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ദ റിമൈനിങ് ഡിസ്റ്റൻസ് വിൽ ബി 2 - x ആണ്. കാരണം ഇതിൻ്റെ ആകെ ലെങ്ത് 2 ആണെന്ന് അറിയാം. ഇത്രയും ഭാഗം എക്സ് ആണെന്ന് അസ്യൂം ചെയ്താൽ ബാക്കി വരുന്ന ഡിസ്റ്റൻസ് 2 - x ആയിരിക്കണമല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. ഇവിടം വരെ പറഞ്ഞത് ഓക്കെയാണ് അല്ലേ? ഇവിടം വരെ പറഞ്ഞത്. സാറ ജോയിൻ ചെയ്തിട്ടില്ല. ആ സാറ ഞാൻ കണ്ടില്ല കേട്ടോ. സാറ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സാറ ഓക്കെ. ഇത് ഇന്നലെ എടുത്തതിൻ്റെ സോ അപ്പോൾ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിപ്പൾസീവ് ഫോഴ്സ് ബിറ്റ്വീൻ 4 മൈക്രോ കൂളം ആൻഡ് 1 കൂളം. നമ്മൾ കൂളംസ് ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കൂളംസ് ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. F = K × Q1 Q2 / R². ഇങ്ങനൊരു ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, ഓർമ്മയില്ലേ? കൂളംസ് ലോ ഉണ്ടല്ലോ. ഗോകുൽ ഓർക്കുന്നില്ലേ? ഗോകുൽ ശരിയല്ലേ? ആ, Q1 ഉം Q2 തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ കാണാനുള്ള ഫോർമുലയാണിത്. അപ്പോൾ അത് ഉപയോഗിക്കാൻ പോവാണ്. 4 മൈക്രോ കൂളം 1 കൂളം തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സാണ് ഇ എ. ഇവിടെ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K × Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മൈക്രോ. 4 മൈക്രോ മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻⁶ ആണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു തന്നിരുന്നു. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻⁶ ആണെന്ന് പറഞ്ഞു തന്നിരുന്നു. Q1 × Q2
Q2 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ്, അത് എക്സ് ആണ് ഇവിടെ. എല്ലാവർക്കും ഇത് ഓക്കെ കാണും അല്ലേ? ഈ എഴുതിയത് മനസ്സിലായി അല്ലേ? ക്ലിയർ? കീർത്തി അറിയാം. ഓക്കെ. ഗോകുൽ ഓക്കെയാണ്? സാറ, സിദ്ധാർത്ഥ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇ എ കിട്ടി. നെക്സ്റ്റ് ഈസ് ഇ ബി. ഇ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ബി നമുക്ക് നോക്കാം. എന്താണ് ഇ ബി? ആ ഡയഗ്രം നോക്ക്. വാട്ട് ഈസ് ഇ ബി? ഇ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിപ്പൾസീവ് ഫോഴ്സ് ബിറ്റ്വീൻ 1 കൂളം ആൻഡ് 1 മൈക്രോ കൂളം. ഈ 1 മൈക്രോ കൂളം 1 കൂളത്തിന് റിപ്പൽ ചെയ്യുന്ന ഫോഴ്സാണ് ഇ ബി. ഈ രണ്ട് ചാർജസിൻ്റെ ഇടയ്ക്കുള്ള ഫോഴ്സാണ് ഇ ബി. എഗെയിൻ യൂസ് കൂളംസ് ലോ. കെ ഇൻറ്റു Q1 Q2. Q1 എന്ന് പറഞ്ഞാൽ 1 ആണ്. Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈക്രോ. Q2 മൈക്രോ 1 മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6 ബൈ ആർ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ 2 - x ഓൾ സ്ക്വയർ. ഇ എയും ഇ ബിയും ഈക്വലാണ്. കാരണം ഇ എയും ഇ ബിയും ഈക്വൽ ആകുമ്പോഴാണ് അത് രണ്ടും ക്യാൻസലായിട്ട് നെറ്റ് ഫോഴ്സ് 0 വരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇ എയും ഇ ബിയും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാതെ നമുക്കത് രണ്ട് ഇക്വേറ്റ് ചെയ്യാം. കെ ഇൻറ്റു 4 ഇൻറ്റു 10⁻⁻6 ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ കെ ഇൻറ്റു 1 ഇൻറ്റു ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, ഡിവൈഡ് ബൈ 2 - x ഹോൾ സ്ക്വയർ. ഇ എ ഈക്വൽ ഇ ബി. എക്സ് ആണ് വേണ്ടത്, എക്സ്. നമുക്കിതിൽ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റിയൊരു കെയും വെട്ടിപ്പോവും രണ്ട് സൈഡിലും. സിമ്പിൾ അല്ലേ ഇത്? 10⁻⁻6 രണ്ട് സൈഡിലും ക്യാൻസലാവും. ഇപ്പോൾ ബാക്കി വരുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു 4/x സ്ക്വയർ ഉണ്ട്. റൈറ്റ് സൈഡിൽ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി 1/2 - x ഹോൾ സ്ക്വയർ ഉണ്ട്. ബാക്കിയൊക്കെ ക്യാൻസലായി പോയി. സിദ്ധാർത്ഥിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും പറഞ്ഞത്? സിദ്ധാർത്ഥ് ഇല്ല, ക്ലിയർ ആണ്. സാറ ഓൾറെഡി കണ്ടതാണെന്ന് വിചാരിക്കുന്നു റെക്കോർഡ് ക്ലാസ്. ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അതറിയാമല്ലോ. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമല്ലോ. അതായത് 4 × 2 - x ഹോൾ സ്ക്വയർ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഗീവ്സ് 4 × 2 - x ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 × x സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ സമയം കുറേ പോവും. രണ്ട് സൈഡിൽ റൂട്ട് എടുക്കുന്നതാണ് നല്ലത്. രണ്ട് സൈഡിലും റൂട്ട് എടുക്കുന്നതാണ് നല്ലത്. റൂട്ട് എടുക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. എങ്ങനെ റൂട്ട് എടുക്കുന്നത്? ഇവിടെ റൂട്ട് എടുത്താൽ അപ്പുറത്തും റൂട്ട് എടുക്കണം. സിമ്പിൾ അല്ലേ? ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ 4 × √2 ആണ്. 2 - x ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട് എടുത്താൽ 2 - x ആണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ചെയ്താൽ എക്സ് ആണ്. പക്ഷേ റൂട്ട് എടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു +or - ഇടണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് നോട്ട് ചെയ്യണേ. ഇപ്പോൾ √25 എന്ന് പറഞ്ഞാൽ നമ്മൾ +or -5 എന്നാണ് എഴുതാറ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഒരു ഇക്വേഷന് രണ്ട് സൈഡിൽ റൂട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു +or - ഇടണം. അത് ഇട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ മാർക്കിൽ കുറച്ച് കുറവ് വരും. ഓക്കെ. അപ്പോൾ റൂട്ട് എടുത്തപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു +or - അപ്പോൾ പ്ലസ് ആയിട്ട് എടുക്കുക. കേസ് 1 അത് പ്ലസ് ആയിട്ടാണ് എടുക്കണമെങ്കിൽ ഇവിടെ ഞാനൊന്ന് ഓപ്പൺ ചെയ്തോട്ടെ. 2 × 2 4, 2 × x 2x. റൈറ്റ് സൈഡിൽ +x ആയിട്ടാണ് എടുക്കണമെങ്കിൽ കേസ് 1. ഞാൻ വേഗം പറയുകയാണ്.
അറേഞ്ച് ചെയ്യുക 3x = 4 or x = 4/3 meter. It's a possible answer. അത് വാലിഡ് ആണ്. ആകെ 2 മീറ്റർ ആണ് ലെങ്ത്ത്, അതിനേക്കാളും കുറവാണ് ഈ 4/3 എന്ന് പറയുന്നത്. ഇതൊരു പോസിബിൾ ആയിട്ടുള്ളൊരു ആൻസർ തന്നെയാണ്. വേറൊരു കേസും കൂടി ഉണ്ട് ഇവിടെ. റൈറ്റ് സൈഡ് -x വരുന്ന കേസ്. ഇവിടെ 4 - 2x, റൈറ്റ് സൈഡ് -x ആണ്. കാൽക്കുലേഷൻ ഞാൻ അധികം പറയുന്നില്ല. -2x അങ്ങോട്ട് പോകുമ്പോൾ +2x ആവും. റൈറ്റ് സൈഡ് 2x - x = 4, x = 4 മീറ്റർ. അത് ഈ ഡയഗ്രാം പ്രകാരം ശരിയല്ല. എക്കും ബിക്കും ഇടയ്ക്കുള്ള പോയിന്റ് എന്ന് പറഞ്ഞതുകൊണ്ട് 4 മീറ്റർ പോസിബിൾ അല്ല. കാരണം ആകെ എക്കും ബിക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 2 മീറ്ററാണ്. അപ്പോൾ x ഒരിക്കലും 2 മീറ്റർ ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല ഈ ഡയഗ്രാം പ്രകാരം. അതുകൊണ്ട് നമ്മളിത് റിജക്റ്റ് ചെയ്യാണ്. 4/3 ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പ്രോബ്ലമാണ്, പക്ഷെ ഇത് ബോർഡ് എക്സാമിന് വന്ന പ്രോബ്ലമാണ്. ഈ ട്രയാങ്കിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. 2 point charges +q and -2q are placed at the vertices B and C of an equilateral triangle ABC of side as shown in the figure. Obtain the expression for the magnitude and direction of the resultant electric field at the vertex A due to these charges. എയിൽ വരുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഞാനൊരു 10 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്. ഏതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്? 1 കൂളം ചാർജ് ഇവിടെ ഉണ്ടെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ എയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എയിൽ ഞാനൊരു 1 കൂളം ചാർജ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ഫോഴ്സ് ഉണ്ടാവും, കൂടാതെ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനും കൂടിയും കാണണം. അതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയി അല്ലേ? ഗൂഗിൾ മനസ്സിലായല്ലോ അല്ലേ? ഗൂഗിൾ റെസ്പോൺസ് ഇല്ലല്ലോ. ഗൂഗിൾ ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഐഷ ജോയിൻ ചെയ്തില്ലേ? ഓക്കെ യെസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ഞാൻ അങ്ങോട്ട് ചോദിക്കണേലും ഇങ്ങോട്ട് തന്നെ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്തോ. സോ ദിസ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ 1 കൂളമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഡയഗ്രം ഒന്ന് വരയ്ക്കേണ്ടി വരും നമുക്ക്. സെയിം ഡയഗ്രം ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആ ഡയഗ്രം ഇവിടെ ഒന്നുകൂടി വലുതാക്കി വരച്ചതാണ്. സെയിം സംഭവം തന്നെ. +q - 2q ഒന്ന് വലുതാക്കി വരച്ചു. കുറച്ച് വരയ്ക്കാനുണ്ട് ഇവിടെ. അപ്പോൾ വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ? ഇതാണ് ക്വസ്റ്റ്യൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിലൊരു 1 കൂളം ചാർജ് വെച്ചിട്ടുണ്ട്. എയിൽ എന്തുണ്ട്? ഒരു 1 കൂളം ചാർജ് ഉണ്ടെങ്കിൽ ആ 1 കൂളത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? അപ്പോൾ എയിലൊരു 1 കൂളം ചാർജ് വെച്ചിട്ടുണ്ട് കേട്ടോ, 1c. അപ്പോൾ എയിൽ 1cയിൽ ആക്ട് ചെയ്യുന്ന ഓരോ ഫോഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ +q എന്ന് പറഞ്ഞ ചാർജ് ഈ +1 കൂളത്തിന് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. സെയിം സൈൻ ആണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സാണ്. ഇവിടെ ഒരു 1c ഉണ്ടെങ്കിൽ ഈ +q 1cനെ അങ്ങോട്ട് പിടിച്ച് തള്ളും. റിപ്പൽ ചെയ്യും. അപ്പോൾ 1 കൂളത്തിൽ അതെങ്ങനെയാണ്? എലോങ് ദ ലൈൻ ജോയിനിങ് ദം അല്ലേ? എലോങ് ദ ലൈൻ ജോയിനിങ് ദം. ഇതാണ് ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ബി. എന്തെങ്കിലും ഒരു പേര് കൊടുക്കാൻ വേണ്ടിയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ചാർജ് അറ്റ് ബി അല്ലേ? ഈ q എന്ന് പറഞ്ഞ ആൾ 1cനെ ഇങ്ങോട്ട് പിടിച്ച് തള്ളും. റിപ്പൾസീവ് ഫോഴ്സാണ്. കഴിഞ്ഞോ? ആ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഇനിയുണ്ട്, വേറൊരു ഫോഴ്സ് ഉണ്ട്. ഈ 1 കൂളത്തിന് -2q അട്രാക്റ്റ് ചെയ്യും. അതെങ്ങനെയാണ്? ഓപ്പോസിറ്റ് ചാർജ് അട്രാക്ഷനാണ്. -2q 1cനെ താഴത്തോട്ട് പിടിച്ച് വലിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഫോഴ്സ് വരുന്നത്?
വൺ സിയിലെ ഈ ഡയറക്ഷനിൽ എലോങ് ദ ലൈൻ ആരെ അട്രാക്റ്റ് ചെയ്യും? -2q. എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം നമുക്ക്. എന്ത് പേര് കൊടുക്കും? സിയിലുള്ള സി കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്, സി കാരണമുള്ള ഫോഴ്സ് EC. അപ്പോൾ 1 കൂളത്തിൽ 2 ഫോഴ്സ് സൈമിൾട്ടേനിയസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 1 സിയിൽ 2 ഫോഴ്സ് സൈമിൾട്ടേനിയസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് EBയും വേറൊന്ന് ECയും. ഡയറക്ഷൻ ശ്രദ്ധിച്ചിട്ട് എഴുതുക. ലൈക്ക് ചാർജ് റിപ്പൽ, ഓപ്പോസിറ്റ് ചാർജ് അട്രാക്ട്. ഡയറക്ഷൻ തോന്നുന്ന പോലെ വരച്ചാൽ കംപ്ലീറ്റ് തെറ്റിപ്പോവും. അപ്പോൾ EBയുടെയും ECയുടെയും നെറ്റ് ഫോഴ്സാണ് അറിയേണ്ടത്. അതാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇവിടം വരെ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ അല്ലേ എല്ലാവർക്കും? ഇവിടം വരെ പറഞ്ഞത് ക്ലിയർ? സാറ ശ്രദ്ധിച്ചല്ലോ അല്ലേ? സാറ, ഐഷ എല്ലാവർക്കും ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ച് മാത്സ് വരും കേട്ടോ. നിങ്ങൾ മാത്സ് കഴിഞ്ഞ വർഷം 11th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടില്ലേ? വെക്ടർ എന്ന് പറഞ്ഞ ചാപ്റ്റർ. വെക്ടർ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുള്ളതാണ്. വെക്ടർ കോൺസെപ്റ്റ് വേണ്ടി വരും. ബിക്കോസ് കഴിഞ്ഞ 11th സ്റ്റാൻഡേർഡിൽ വെക്ടർ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഫിസിക്സിൽ മാത്സിലില്ല, ഫിസിക്സിലുണ്ട് വെക്ടർ. അപ്പോൾ വെക്ടറിൻ്റെ കോൺസെപ്റ്റ് വേണ്ടി വരും. ഞാൻ പറഞ്ഞു പോവാം. അറിയാത്തതുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടിൻ്റെ റിസൾട്ടൻ്റ് കാണണമെങ്കിൽ ഇത് ചുമ്മാ ആഡ് ചെയ്താലൊന്നും ശരിയാവില്ല. വി ഹാവ് ടു റിസോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. റിസോൾവ് ചെയ്യാന്ന് പറഞ്ഞാലേ, ഇപ്പോൾ ഒരു വെക്ടർ തന്നിട്ടുണ്ട്, ഫോഴ്സ് തന്നിട്ടുണ്ട്. നമ്മളിതിനെ എങ്ങനെ എഴുതുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ റിസോൾവ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കും. ഒരു വെക്ടറിനെ നമുക്ക് I ക്യാപ്പ് J ക്യാപ്പ് വെച്ചിട്ട് എഴുതാൻ പറ്റും. ഏതൊരു വെക്ടറിനെ നമുക്ക് I ക്യാപ്പ് J ക്യാപ്പ് വെച്ച് എഴുതാൻ പറ്റും. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്ക്. ഒരു വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അത് ഉപയോഗിച്ചിട്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കണം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ടുള്ളൊരു ലൈൻ വരയ്ക്കുക, വെർട്ടിക്കലായിട്ടുള്ളൊരു ലൈൻ വരയ്ക്കുക. അങ്ങനെ വേണം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. തോന്നുന്ന പോലെ പോരാ. ഒരു വെക്ടറിന് I ക്യാപ്പ് J ക്യാപ്പ് രീതിയിൽ എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലി ആയിട്ട് 2 ഇത് വരച്ചിട്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കാം. ഓക്കെ, സപ്പോസ് ഈ ഡിസ്റ്റൻസ്, ഇതിനൊരു ഡിസ്റ്റൻസ് കാണുമല്ലോ, ഈ ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ഇതിനൊരു ഡിസ്റ്റൻസ്. തൽക്കാലത്തേക്ക് ഞാനൊരു പേര് കൊടുക്കട്ടെ, എന്തെങ്കിലും ഒരു പേര് ഇരിക്കട്ടെ. ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അതിനൊരു വാല്യൂ ഉണ്ടാവുമല്ലോ, B. അങ്ങനെയാണെങ്കിൽ നമ്മൾ I ക്യാപ്പ് J ക്യാപ്പ് എഴുതണം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ആളാണെങ്കിൽ നമ്മളത് I ക്യാപ്പായിട്ട് എഴുതും. 2I ക്യാപ്പ് 3I ക്യാപ്പ് എന്നൊക്കെ പറയണ പോലെ. റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ഡയറക്ഷന് നമ്മൾ I ക്യാപ്പ് എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന വെക്ടറിനെ നമ്മൾ -I ക്യാപ്പ് എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ -2I എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് ലെഫ്റ്റിലോട്ട് നീങ്ങി, -3I എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് ലെഫ്റ്റിലോട്ട് നീങ്ങി എന്നുള്ള അർത്ഥത്തിൽ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ വർഷം. ആദ്യമായിട്ട് പറയുന്നത് നല്ലത്. മുകളിലോട്ട് പോകുന്നതിന് നമ്മൾ J ക്യാപ്പ് എന്ന് പറയും. 10J ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 10 യൂണിറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. താഴേക്ക് പോകുന്നതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് -J ക്യാപ്പാണ്. -6J എന്ന് പറഞ്ഞാൽ 6 യൂണിറ്റ് താഴേക്ക് പോയി. ഇത് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ദിസ് ഈസ് ജസ്റ്റ് എൻ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ ഇതൊരു വെക്ടറാണ്, അല്ല എഫ്, എന്തെങ്കിലുമൊരു പേര് കൊടുക്കട്ടെ, എഫ്. അങ്ങനെയാണെങ്കിൽ ആ എഫ് നമ്മൾ എങ്ങനെ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എഫ് കിട്ടുന്നത് എങ്ങനെയാണ്? A യൂണിറ്റ് റൈറ്റ് സൈഡിലോട്ട് നീങ്ങണം, B യൂണിറ്റ് മുകളിലോട്ട് നീങ്ങണം. അങ്ങനെയാണ് നമുക്ക് എഫ് കിട്ടുന്നത്. A യൂണിറ്റ് റൈറ്റ് സൈഡിലോട്ട് നീങ്ങണം എന്നുള്ളത് നമ്മൾ AI ക്യാപ്പ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. റൈറ്റ് അല്ലേ? അത് മാത്രം പോരാ, B യൂണിറ്റ് മുകളിലോട്ട് പോകണം. മുകളിലോട്ട് J ആണല്ലോ, +BJ. ഇത് മറക്കരുത്. അവിടെ പ്രോബ്ലം പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. അപ്പോൾ ഒരു വെക്ടറിനെ നമ്മൾ Iയും Jയിലുമാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ടുള്ള എല്ലാ ചാപ്റ്ററും അങ്ങനെയാണ്. വെക്ടർ വരുന്ന സമയത്ത് മാക്സിമം Iയിലും Jയിലോട്ടും കൊണ്ടുവരാം. അതിനുവേണ്ടി ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി ലൈൻ വരച്ചൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കുക. A റൈറ്റ് സൈഡിലോട്ട് നീങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് +AI ക്യാപ്പ്. B മുകളിലോട്ടാണ്, +BJ ക്യാപ്പ്.
അപ്പോൾ എഫ് കിട്ടണമെങ്കിൽ എ റൈറ്റ് സൈഡിലോട്ട് നീങ്ങണം, കൂടാതെ ബി യൂണിറ്റ് മുകളിലോട്ട് പോകണം എന്നുള്ളത് ആണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇതുവരെ ക്ലിയർ ആയി കാണുമല്ലോ അല്ലേ എല്ലാവർക്കും? ഈ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, ഇതൊന്ന് ഞാൻ നോട്ട് എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കാം. നോട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇതൊന്ന് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നോട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, മറക്കരുത്. ഇത് വെറും ട്രിഗണോമെട്രിയാണ്, ഇത് ജസ്റ്റ് ട്രിഗണോമെട്രിയാണ്. അതായിട്ട് കണക്ട് ചെയ്യേണ്ട ഇത് വേറൊരു സംഭവമാണ്, ഇത് വേറൊരു കാര്യമാണ്. ട്രിഗണോമെട്രിയാണ്. സൈനും കോസൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണല്ലോ. ഇത് വല്ല ഈ ഡിസ്റ്റൻസ് വല്ല എന്തെങ്കിലും വല്ല ഡീന്നോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കട്ടെ. ഈ ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സ്റ്റെപ്പൊന്നും എഴുതാതെ ഡയറക്റ്റായിട്ട് അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ താഴെ, ഈ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് മീൻസ് താഴെയുള്ള സൈഡാണ്. തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് കാണാനുള്ള ഫോർമുല ഡി കോസ് തീറ്റ. ആ ഹൈപ്പോട്ടന്യൂസ് എടുത്തിട്ട് ആ കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് ദ അഡ്ജസൻറ്റ് സൈഡ്. തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹാർട്ടാക്കി വെച്ചാൽ മതി. തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് കാണണമെന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് മൾട്ടിപ്ലൈ വിത്ത് സൈൻ തീറ്റ. വേറെ നോട്ട് 2 ആണ്, ഒരു ട്രിഗണോമെട്രിയുടെ ഒരു കാര്യം പറഞ്ഞതാണ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് അറിയാം എങ്കിലും നമുക്ക് ബാക്കിയുള്ള സൈഡുകൾ കണ്ടുപിടിക്കാൻ പറ്റും. തീറ്റ അറിയണമെന്ന് മാത്രം. തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് കാണണമെങ്കിൽ ഡി കോസ് തീറ്റ എടുക്കുക, തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് കാണണമെങ്കിൽ ഡി സൈൻ തീറ്റ എടുക്കുക. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, പ്രൂഫൊന്നും പറയില്ല. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ ആയി എല്ലാവർക്കും? എവിടെ? ആ, അപ്പോൾ നമുക്ക് ഇതിലോട്ട് വരാം. അപ്പോൾ നമ്മൾ ഇ ബീനെയും ഇ സിനെയും ഐ ക്യാപ്പ് ജെ ക്യാപ്പ് ഫോമിലോട്ട് കൊണ്ടുവരാണ്. നിങ്ങൾക്കറിയാത്ത മാത്സ് വരുമ്പോൾ ഞാനത് അപ്പോൾ പറഞ്ഞു പോവാം, കേട്ടല്ലോ? ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇനിയും ചെയ്തേക്കാം, ഒരെണ്ണം കൂടി ഞാൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി തറവായിക്കോളും. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇ ബീനെയും ഇ സിനെയും ഇതേപോലെ റൈറ്റ് ആംഗിൾ റിസോൾവ് ചെയ്യുക, അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കുക. ഇ ബിയുടെ കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ പോട്ടെ, പിന്നെ ഇങ്ങനെ പോട്ടെ. എന്തിനിങ്ങനെ വരയ്ക്കണേ? റിസോൾവ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ നമുക്ക് ആ ഇ ബി എന്നുള്ളത് നമുക്ക് കിട്ടുമല്ലോ. ഇത് ഡാർക്കൻ ചെയ്തേക്കാം. ഇത് നോക്കിയാൽ നമുക്ക് ഇ ബി കിട്ടും. ഈസി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു തന്നാൽ മതിയല്ലോ. ഈ ആംഗിൾ കണ്ടാൽ അറിയാം 60 ഡിഗ്രിയാണ്. അതെങ്ങനെ 60 ഡിഗ്രി ആണെന്ന് മനസ്സിലായത്? ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണല്ലോ ഇത് ഇക്വലാറ്റർ ട്രയാങ്കിളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആംഗിൾ 60 ആകുമ്പോൾ ഈ ആംഗിളും 60 ആണ്. ഇത് ടൈം എടുക്കോട്ടെ പറഞ്ഞു വരുമ്പോൾ, നിങ്ങൾ ബോറിംഗ് ആയിട്ട് തോന്നരുത്, ടൈം എടുക്കും. ഇത് 60 ആണെങ്കിൽ ഇതും 60 ആയിരിക്കും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇ ബിയും ഇ സിയും ഇ ബിയും ഇ സിയുടെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് എഴുതിയേക്കട്ടെ, എന്നിട്ട് ഞാൻ ഈ സ്റ്റെപ്പ് പറഞ്ഞുതരാം. ഇ ബിയുടെയും ഇ സിയുടെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് ഞാൻ എഴുതട്ടെ. ഇ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള ഫോഴ്സാണ് ഇ ബി? പ്ലസ് ക്യൂവും 1സിയും തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സാണ് ഇ ബി അല്ലേ? ശരിയല്ലേ? പ്ലസ് ക്യൂവും 1സിയും തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സാണ് ഇ ബി. നമുക്കതിന് കൂളംസ് ലോ ഉപയോഗിച്ചാൽ പോരെ. കെ ഇൻറ്റു Q1 Q2 Q ഇൻറ്റു 1 അല്ലേ? Q1 Q2 ബൈ ആർ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ എ ആണ്. കെ ക്യൂ ബൈ എ സ്ക്വയർ. ഇ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ക്യൂ ബൈ എ സ്ക്വയർ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ബി കിട്ടി. ഇനി നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ സി കാണാൻ പോവാണ്. ഇതിങ്ങനെ പലതവണ റിപ്പീറ്റ് ചെയ്ത് വന്ന പ്രോബ്ലമാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1സിയും -2ക്കും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ്. ഡയഗ്രാം നോക്ക്. ഇ സി എന്ന് പറഞ്ഞാൽ 1സിയും -2ക്കും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ്. ഫോർമുല പ്രകാരം കെ ഇൻറ്റു Q1 ഇൻറ്റു Q2 1C ഇൻറ്റു -2Q.
മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ നമ്മൾ സൈൻ എഴുതേണ്ട ആവശ്യമില്ല. ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ ഈ സൈൻ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. 2q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ എ ആണ്. ആർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എ ആണ്. ടു ഇൻറ്റു കെ ക്യൂ ബൈ എ സ്ക്വയർ അല്ലേ, 2 ഇൻറ്റു കെ ക്യൂ ബൈ എ സ്ക്വയർ. ശരിയാണല്ലോ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആയി? ഓക്കെ ആണ്? എവിടെ? ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം എഴുതിയെടുക്കുക. ഒരു മിനിറ്റ് ചെറിയൊരു കാര്യം കൂടി. ഞാനത് ഒരു കാര്യം എവിടെയെങ്കിലും അവസാനിപ്പിക്കണമല്ലോ, എന്നിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും വരും. ഞാനിവിടെ ബേസിക് കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. അപ്പോൾ ഇ ബി ഞാൻ വെക്ടറായിട്ട് എഴുതാണ് ഇൻ ടേംസ് ഓഫ് ഐ ജെ ക്യാപ്. ഇ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എത്രയാണ്? ഈ കാണുന്ന അഡ്ജസ്റ്റൻറ്റ് സൈഡ് എത്രയാണ്? ഹൈപ്പർടെന്യൂസ് നമുക്കറിയാം കെ ക്യൂ ബൈ എ സ്ക്വയർ ആണ്. ഇ ബി എന്ന് പറഞ്ഞാൽ ഈ ഹൈപ്പർടെന്യൂസ് ആണ്. ഈ ഹൈപ്പർടെന്യൂസ് കെ ക്യൂ ബൈ എ സ്ക്വയർ ആണെന്ന് അറിയാം. കെ ക്യൂ ബൈ എ സ്ക്വയർ ഇൻറ്റു കോസ് 60. റിപ്പീറ്റൊക്കെ ചെയ്യാം കേട്ടോ, റിപ്പീറ്റൊക്കെ ചെയ്യാം. കെ ക്യൂ ബൈ എ സ്ക്വയർ ഇൻറ്റു കോസ് 60 ഐ ക്യാപ്. അതായത് ഈ ഡിസ്റ്റൻസ് ഈ ഹൈപ്പർടെന്യൂസ് ഇ ബി ആണല്ലോ, കെ ക്യൂ ബൈ എ സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ കെ ക്യൂ ബൈ എ സ്ക്വയർ ഇൻറ്റു കോസ് 60 ആണ്. അഡ്ജസ്റ്റൻറ്റ് സൈഡ് കാണാനുള്ള ഫോർമുല അതാണ് ഐ ക്യാപ്പ്. ഇനി മുകളിലോട്ട് പോകണം. ഈ ഓപ്പോസിറ്റ് സൈഡ് കാണണമെങ്കിൽ ഇ ബി ഇൻറ്റു സൈൻ 60. ഇ ബി നമുക്ക് വേണമെങ്കിൽ അവസാനം ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇ ബി വേണമെങ്കിൽ കുറേ കഴിഞ്ഞിട്ട് വേണ്ട, സോറി, ഇങ്ങനെ ഇട്ടോ സോറി. കെ ക്യൂ ബൈ എ സ്ക്വയർ കോസ് 60 ഐ ക്യാപ് പ്ലസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കെ ക്യൂ ബൈ എ സ്ക്വയർ. കെ ക്യൂ ബൈ എ സ്ക്വയർ ഇൻറ്റു സൈൻ 60 ജെ ക്യാപ്പ്. ഇതിങ്ങനെ തന്നെ ചെയ്യണേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടേന്യൂസിൻ്റെ കോസ് 60 ആണ് ഈ ഡിസ്റ്റൻസ്. റൈറ്റ് സൈഡിലോട്ട് പോയി എന്ന് കാണിക്കാനാണ് ഐ ക്യാപ്പ്. പിന്നെ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് കെ ക്യൂ ബൈ എ സ്ക്വയർ ഇൻറ്റു സൈൻ 60, മുകളിലോട്ടായതുകൊണ്ട് പ്ലസ് ജെ ക്യാപ്പ്. ഞാനിത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് എൻ്റെ അടുത്ത് പറയാം. കേട്ടല്ലോ? ഞാനൊരു സ്റ്റെപ്പും കൂടി എഴുതട്ടെ. നൗ ഈസി വെക്ടർ ഇ ബിയും വെക്ടർ ഇ സിയും ആഡ് ചെയ്താൽ പിന്നെ എളുപ്പമായി, പിന്നെ അധികം ടൈം എടുക്കില്ല. വെക്ടർ ഇ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ സിനെ ഇതേപോലെ ഞാൻ ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഇ സിനെ ഇതേപോലെ. ഒരു മിനിറ്റ് കേട്ടോ, ഈ ഡയഗ്രാം റഫാണ് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ആംഗിളും 60 ഡിഗ്രിയാണ്. ഡയഗ്രാം കണ്ടാലറിയാം. ഈ ആംഗിൾ എന്താണ്? അതും 60 തന്നെയാണ്. സിമ്മട്രി അല്ലേ കംപ്ലീറ്റ്? മനസ്സിലാവുന്നില്ല ചോദിച്ചാൽ മതി. ഈ ആംഗിൾ 60 ആണ്. അപ്പോൾ എന്താണ് പറയുക? അപ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഇത്രയും വരും. ഇ സി ഇൻറ്റു കോസ് 60. ഇ സി ഇൻറ്റു കോസ് 60. ഇ സി എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളടുത്ത് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ഹൈപ്പോട്ടേന്യൂസ് ഇൻറ്റു കോസ് 60 ചെയ്താൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടും. ഹൈപ്പോട്ടേന്യൂസ് ഇൻറ്റു കോസ് 60 ചെയ്താൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടും. 2kq ബൈ എ സ്ക്വയർ ഇൻറ്റു കോസ് 60 ഐ ക്യാപ്. ഇനി താഴേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് സൈഡ്. ഒന്ന് മ്യൂട്ട് ചെയ്ത് താഴേക്കാവുമ്പോൾ മൈനസ് ജെ ക്യാപ്പ് എന്ന് വരണം. താഴേക്ക് വരുമ്പോൾ മൈനസ് ജെ ക്യാപ്പ് നിർബന്ധമാണ്. അപ്പോൾ മൈനസ് ഓഫ് ജെ ക്യാപ്പ് വരണം. ഈ ഓപ്പോസിറ്റ് സൈഡ് കാണണമെങ്കിൽ എന്താണ്? ഇ സി ഇൻറ്റു സൈൻ 60 ചെയ്താൽ മതി. അതായത് 2kq ബൈ എ സ്ക്വയർ ഇൻറ്റു സൈൻ 60. 2kq ബൈ എ സ്ക്വയർ ഇൻറ്റു സൈൻ 60 ജെ ക്യാപ്പ്.
അപ്പോൾ നിർബന്ധമാണ്, ഇത് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബിനെയും ഈ സിനെയും ഐ ക്യാപ്പ് ജെ ക്യാപ്പ് ഫോമിലോട്ട് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അഡ്ജസൻ സൈഡ് കാണണമെങ്കിൽ cos60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഓപ്പോസിറ്റ് സൈഡ് കാണണമെങ്കിൽ sin60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ ലാസ്റ്റ് മൈനസ് ജെ ക്യാപ്പ് എഴുതാനുള്ള കാരണം താഴേക്ക് പോകുമ്പോൾ നമ്മൾ മൈനസ് ജെ ക്യാപ്പ് എഴുതണം, മുകളിലോട്ട് പോകുമ്പോൾ പ്ലസ് ജെ ക്യാപ്പ് എഴുതണം, റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ പ്ലസ് ഐ ക്യാപ്പ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. സോ എന്താ ചെയ്തത്, കെ ക്യൂ ബൈ എ സ്ക്വയർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് കെ ക്യൂ ബൈ എ സ്ക്വയർ ഈസ് ഡിനോട്ടഡ് ബൈ എ ലെറ്റർ എഫ്. സോ അപ്പോൾ ഞാൻ അതൊന്നും കൂടി ഒന്ന് എഴുതിയേക്കട്ടെ. അപ്പോൾ ഏതായാലും അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയപ്പോൾ ഇ ബി രണ്ട് ഫോഴ്സ് സൈമൾട്ടേനിയസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഇ ബി എന്ന് പറഞ്ഞാൽ കെ ക്യൂ ബൈ എ സ്ക്വയർ ഇസ് ഡിനോട്ടഡ് ബൈ എഫ് അല്ലേ, എഫ് cos60. cos60 sin60 ഒക്കെ അറിയാമോ? അത് ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് എഴുതാം. എഫ് cos60i പ്ലസ് എഫ് sin60j, എഫ് sin60j. ഇത് ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ബോറിംഗ് ആയിട്ട് തോന്നല്ലേ. ഈസി എന്ന് പറഞ്ഞാൽ 2f cos60i 2f cos60i മൈനസ് എന്താണ് 2f sin60j മൈനസ് 2f sin60j. ഇത് കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു അല്ലേ, നമുക്ക് എഫ് എന്ന് എഴുതിയപ്പോൾ എഴുതാനും കുറച്ചുകൂടി എളുപ്പമായല്ലോ. ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മളെ ക്വസ്റ്റ്യൻ. വി ഹാവ് ടു ഫൈൻഡ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഈ 1Cയിൽ രണ്ട് ഫോഴ്സ് സൈമൾട്ടേനിയസ്ലായിട്ട് ആക്ട് ചെയ്തു, ഇ ബിയും ഇ സിയും. അത് രണ്ടിൻ്റെ റിസൾട്ടൻ്റ് കാണണമെങ്കിൽ അവ തമ്മിൽ വെക്റ്റർ അഡീഷൻ ചെയ്യണം. അതായത് ഇ ബി പ്ലസ് ഇ സി കാണാൻ പോവാണ്. ആഡ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ സിമിലർ ടേംസുകൾ ആഡ് ചെയ്യും. ഇത് രണ്ട് സിമിലർ അല്ലേ, എഫ് cos60യും 2f cos60യും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3f cos60 ഐ ക്യാപ്പ് ലൈക്ക് അല്ലേ, എ പ്ലസ് 2a 3 എന്ന് എഴുതുന്ന പോലെ സിമിലർ ടേംസ്. ഇനി അതേപോലെ ആഡ് ചെയ്യുമ്പോൾ സൈനൊക്കെ നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇനി ഇവിടെ എഫ് sin60ന്ന് മൈനസ് 2f sin60 പോയാൽ ബാക്കി എന്താണ്, മൈനസ് ചെയ്യുക. ജസ്റ്റ് ലൈക്ക് എ മൈനസ് 2a ചെയ്യണ പോലെ, എ മൈനസ് 2a ചെയ്യണ പോലെ, മൈനസ് എഫ് ഇൻറ്റു sin60j എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ ആണോ? ഈ സ്റ്റെപ്പ് ക്ലിയർ എല്ലാവർക്കും? ഓക്കെ. ഇനിയിപ്പോൾ വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് ഒന്നുകൂടിയും 3f ഇൻറ്റു cos60യുടെ വാല്യൂ അറിയാമോ ആർക്കെങ്കിലും? cos60യുടെ വാല്യൂ ട്രിഗണോമെട്രിയുടെ ഫണ്ടമെൻ്റൽസ് ഒക്കെ വേണം കേട്ടോ. cos60യുടെ വാല്യൂ 1/2 ആണ്. ഫിസിക്സിൽ എപ്പോഴും അത് വരും, സൈനും കോസും. ഐ ക്യാപ്പ് sin60യുടെ വാല്യൂ അറിയാമോ ആർക്കെങ്കിലും? sin60 √3/2. അതെ, √3/2 ജെ ക്യാപ്പ്. ഒന്നുകൂടി, ആക്ച്വലി ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആക്ടിങ് ഓക്കെ ഈസ് ഈക്വൽ ടു 3f/2 ഐ ക്യാപ്പ്. സ്റ്റാൻഡേർഡ് ഫോമിൽ വെക്ടറിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ എ ഐ പ്ലസ് ബി ജെ എന്നാണ്. നിർബന്ധമുള്ള സ്റ്റെപ്പായിട്ടൊന്നുമല്ല, എ ഐ പ്ലസ് ബി ജെ എന്നാണല്ലോ വെക്ടറിൻ്റെ കറക്റ്റ് ഫോം ആയിട്ടുണ്ട്. ഇപ്പോൾ ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി 3f/2 ഐ പ്ലസ് മൈനസ് √3/2 എഫ് ജെ. ഇനി നിങ്ങൾ കഴിഞ്ഞ വർഷം വെക്ടർ പഠിച്ചിട്ടുണ്ട്. ഒരു ഫോഴ്സ് വെക്ടറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും കിട്ടും, ഡയറക്ഷനും കിട്ടും. അത് ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ സൈഡിലായിട്ട് എഴുതി കാണിച്ചു തരാം. ശ്രദ്ധിക്കുക, ഒരു വെക്ടർ എ ഐ പ്ലസ് ബി ജെ ആണ്. ഒരു വെക്ടർ എ ഐ പ്ലസ് ബി ജെ ആണെങ്കിൽ അതിൽ നിന്ന് ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും രണ്ടും ഒരുമിച്ച് കാണാൻ പറ്റും. മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാറ്. എത്ര ഫോഴ്സ് ഉണ്ട് മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ ബൈ ഹാർട്ടാക്കി വെച്ചോട്ടോ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, √ ഐയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ കണ്ടിട്ടില്ലേ നിങ്ങൾ?
ഒരു വെക്ടർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ റൂട്ട് എടുക്കുക, ഐയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ ചെയ്താൽ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. സാറാ ശരിയല്ലേ? ബിനോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? പഠിച്ചിട്ടുണ്ട്. ഒരു വെക്ടർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എഫ് എന്ന് പറഞ്ഞൊരു വെക്ടർ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ പറഞ്ഞാൽ ഇത് ചെയ്താൽ മതി. ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെക്ടർ എക്സ് ആക്സിസ് ആയിട്ട് എന്ത് ആംഗിൾ ഉണ്ടാക്കും, അതാണ് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ. ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് തീറ്റ വെച്ചിട്ടാണ് പറയുക, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറയുന്നത് ആംഗിൾ വെച്ചിട്ടാണ്. ആ വെക്ടർ പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് എന്ത് ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, ആ ആംഗിളാണ് ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ. ഇപ്പോൾ തീറ്റ കാണണമെങ്കിൽ ടാൻ ഇൻവേഴ്സ്, ആ ടാൻ ഇൻവേഴ്സ് കണ്ട് പേടിക്കേണ്ട, ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ബി ബൈ ടാൻ ഇൻവേഴ്സ് ബി ബൈ എന്ന് പറയും. ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാത്സിൽ പഠിക്കും. അത് ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏത് ആംഗിളിൻ്റെ ടാൻ എടുത്താലാണ് 1 കിട്ടുന്നത്, അതാണ് ഈ ടാൻ ഇൻവേഴ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് എനിക്കറിയാം. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ ടാൻ ഓഫ് വിച്ച് ആംഗിൾ ഈസ് 1 എന്നാണ് അതിൻ്റെ അർത്ഥം. 45 ഡിഗ്രി 10th സ്റ്റാൻഡേർഡ് മാത്സ് മതി. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ഓഫ് വിച്ച് ആംഗിൾ ഈസ് √3, ടാൻ ഓഫ് വിച്ച് ആംഗിൾ ഈസ് √3, ടാൻ 60 √3. നിങ്ങൾക്ക് ട്രിഗണോമെട്രി അറിയില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് കണ്ട് പേടിക്കൊന്നും വേണ്ട, മീനിങ് ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇതാണ്. ഒരു വെക്ടർ തന്നു കഴിഞ്ഞാൽ ഐയിലും ജെയിലും ഒരു വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഡയറക്ഷനും കൂടിയും കിട്ടും. മാഗ്നിറ്റ്യൂഡ് കാണാൻ √(a² + b² ചെയ്താൽ മതി, ആംഗിൾ കാണാൻ ടാൻ ഇൻവേഴ്സ് b/a ചെയ്താൽ മതി. ഈ 2 കാര്യങ്ങളും മറക്കല്ലേ കേട്ടോ. ഇനി വലിയ കുഴപ്പമൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ എല്ലാവർക്കും അല്ലേ? കീർത്തി, സേതുലക്ഷ്മി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? സേതുലക്ഷ്മി മാത്സ് ഇല്ലാന്ന് എനിക്കറിയാം, എങ്കിലും ശ്രദ്ധിച്ചിരിക്കേ, ഡൗട്ടുകളൊക്കെ ചോദിച്ചാൽ മതി. ഓക്കെ, അതല്ല ട്രിഗണോമെട്രി വലിയ ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, സോ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കാണണം. വാട്ട് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്? നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എത്ര ഫോഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ ടെക്നിക്ക് പ്രകാരം √() ഐയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? ഐയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ. കണ്ടില്ലേ, അവിടെ റൈറ്റ് സൈഡിൽ എഴുതിയ ഫോർമുലയാണ് യൂസ് ചെയ്തത്. √() ഇത് ഞാൻ വേഗം പറഞ്ഞു പോവാണ്. 9f²/4, 9f²/4. ഇവിടെ മൈനസ് പ്ലസ് ആവും, 3f²/4. കാൽക്കുലേഷൻസ് ഒന്നും ഞാൻ അധികം സമയം കളയണില്ല. 12/4 3f² √3f = √3 × f. ആ സ്മോൾ ലെറ്റർ എഫ് എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? നമ്മൾ ആ എഴുത്തൊന്ന് ലാഭിക്കാൻ വേണ്ടി സ്മോൾ ലെറ്റർ എഫ് എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? kq/a², kq/a². ഇതാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. എവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്? എയിലൊരു 1 കൂളം ചാർജ് വെച്ചാൽ അതിലുണ്ടാവുന്ന നെറ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഇത് ഈ അവസാനം എഴുതിയിരിക്കുന്നത്, √3 × kq/a². ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇതും കൂടിയും കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. എല്ലാവരും പോവല്ലേ, ശ്രദ്ധിച്ച് കേൾക്ക്. ഈ എഴുതിയ സ്റ്റെപ്പ് ക്ലിയർ ആയോ എല്ലാവർക്കും? ഇതേപോലത്തെ ഒരു പ്രോബ്ലം കൂടി ഞാൻ ഡിസ്കസ് ചെയ്യാട്ടെ നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ നിങ്ങൾക്കിത് കോൺഫിഡൻസ് വരും. ഇത് ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്കിലുണ്ട്, സോൾവ്ഡ് എക്സാമ്പിളിലുണ്ട്, ഇതേപോലത്തെ ബോർഡ് എക്സാമിന് വരും ഇത്. ഇനിയും നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സിൻ്റെ എക്സാക്ട് ഡയറക്ഷൻ നമുക്കറിയില്ല. നെറ്റ് ഫോഴ്സ് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. ദിസ് മേ ബി ദ ഡയറക്ഷൻ ഓഫ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. അത് എക്സ് ആക്സിസ് ആയിട്ട്
ഹൊറിസോണ്ടലി എത്ര ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, അതാണ് ഡയറക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനായിട്ട് എന്ത് ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഡയറക്ഷൻ. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കയ്യിലുള്ള ടാൻ ഇൻവേഴ്സ് ബി ബൈ എ യൂസ് ചെയ്താൽ മതി. തീറ്റ ഈക്വൽ ടു ഡയറക്ഷൻ ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെയുടെ കോഎഫിഷ്യൻ്റ് ആണ് ബി. എ എന്ന് പറഞ്ഞാൽ ഐയുടെ കോഎഫിഷ്യൻ്റ് ആണ്. ഇവിടെ ജെയുടെ കോഎഫിഷ്യൻ്റ് എന്താണെന്ന് നോക്കിയേ. ജെയുടെ കോഎഫിഷ്യൻ്റ് -√3f/2 ആണ്. കാണുന്നില്ലേ? സൈനൊന്നും കളയാൻ പാടില്ല. -√3f/2 ബൈ എ എന്ന് പറഞ്ഞാൽ √3f/2. f/2 വെട്ടിക്കളയാ. ആ സ്റ്റെപ്പൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. മുകളിലും താഴെയും കണ്ടാൽ അറിയാം f/2 ക്യാൻസൽഡ്. -√3/3. അതിൽ ആ 3നെ വേണമെങ്കിൽ നിങ്ങൾക്കറിയാം, 3നെ വേണമെങ്കിൽ √3 × √3 എന്നാക്കാം. താഴത്തെ 3നെ നമുക്ക് വേണമെങ്കിൽ √3 × √3 എന്നാക്കാം. ഒരു √3 വെട്ടിപ്പോവും. മൈനസ് സൈൻ ഉണ്ടെങ്കിൽ മൈനസ് താഴെ പുറത്തോട്ട് എടുക്കാം. ടാൻ ഇൻവേഴ്സിനുള്ളിൽ നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ നെഗറ്റീവ് പുറത്തോട്ട് പോയിക്കോട്ടെ. 1/√3 അതൊന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. ടാൻ ഇൻവേഴ്സിനുള്ളിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് പുറത്തോട്ട്. ഈ സ്റ്റെപ്പ് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഈ സ്റ്റെപ്പ് എത്ര പേർക്കറിയാം? 10th സ്റ്റാൻഡേർഡ് ട്രിഗണോമെട്രി ആണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം ഇത് ട്രിഗണോമെട്രി ഒക്കെ പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്തിട്ടില്ലേ? ടാൻ ഇൻവേഴ്സ് 1/√3 ഏത് ആംഗിൾ ആണെന്ന് അറിയാമോ ആർക്കെങ്കിലും? 30 ഡിഗ്രി. ടാൻ 30 ചെയ്താലല്ലേ 1/√3 കിട്ടുന്നത്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1/√3 30 ഡിഗ്രി. നെഗറ്റീവ് ആംഗിൾ ഇൻഡിക്കേറ്റ് ദാറ്റ് ബിലോ എക്സ് ആക്സിസ്. അതൊന്നും ഓർമ്മയുണ്ടായാൽ മതി. നെഗറ്റീവ് ആംഗിൾ നിങ്ങൾ ട്രിഗണോമെട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നെഗറ്റീവ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ടാണ്, താഴോട്ട്. ഇതാണ് ഉദ്ദേശിച്ചത്. വേണ്ട, ക്വാർട്ടറിലോട്ടൊന്നും പോകണ്ട. നെഗറ്റീവ് ആംഗിൾ വന്നാൽ താഴേക്ക്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നിന്ന് താഴേക്ക്. പോസിറ്റീവ് ആംഗിൾ ആണെങ്കിൽ എന്താ? ഓക്കെ, 4th ക്വാഡ്രന്റ്. യെസ്. അതായത് ഞാൻ ഈ ഡയഗ്രാം ഞാൻ വെറുതെ റഫായിട്ട് വരച്ചതാണ്. ശരിക്കും നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ വണ്ടിയില്ലേ, അപ്പോഴല്ലേ നെഗറ്റീവ് ആംഗിൾ. ഇതാണ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഇത് വരയ്ക്കണമെന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. 30 ഡിഗ്രി -30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ താഴേക്ക് വരണം. സോ ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കുറച്ച് ഡൗൺ ആണ്, കുറച്ച് താഴേക്കാണ് പോകുന്നത്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും രണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വരയ്ക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല വെയിറ്റേജ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുക. ചിലപ്പോൾ കേസ് സ്റ്റഡി ഒക്കെ ആയിട്ടൊക്കെ വന്നെന്ന് വരും. ഞാൻ എടുത്തത് ഒരു പ്രീവിയസ് ഇയേഴ്സ് പേപ്പറിൽ നിന്നാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളിതൊന്ന് എഴുതിയെടുക്കുക. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോ. പറഞ്ഞോ. അതിൻ്റെ പ്രൂഫ് ഞാനിപ്പോൾ പറയണോ? അത് മാത്സാണ്. പിന്നെ ഞാൻ മാത്സിലോട്ട് ഒരുപാട് പോകേണ്ടി വരും. മാത്സ് എടുത്തിട്ടില്ലേ സിദ്ധാർത്ഥ? മാത്സ് സബ്ജക്റ്റ് എടുത്തിട്ടില്ല. പിന്നെ കുഴപ്പമില്ല. വെക്ടർ എന്ന് പറഞ്ഞ മാത്സിൽ വെക്ടർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട് മാത്സിൽ. അപ്പോൾ പിന്നെ അതെന്തായാലും കവർ ചെയ്ത് പോയിക്കോളും. കേട്ടല്ലോ? അതെ അതെ. അത് ഏത് 60? ഇത് 60 വരെ.